നമസ്കാരം, ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കേട്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്ക് അതിൽ വോയിസ് വളരെ ലോയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അത്യാവശ്യമുള്ള വീഡിയോ ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് വോയിസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പുതിയതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്ന് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ കൂടുതൽ ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. ഒരു നേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ ഉള്ളിൽ തുടങ്ങുന്ന ഒരു ചിന്തയാണ് ഫാമിലീനെ എപ്പോഴാണ് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക, സ്പോസ് വിസയുടെ പ്രോസസ്സ് എപ്പോൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് അവരുടെ OET പാസ്സായി, അതിനുശേഷം DL പ്രോസസ്സ് കഴിഞ്ഞു, DL കിട്ടി. അതിനുശേഷം അവരൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, ഇൻ്റർവ്യൂ കിട്ടിയതിന് ശേഷം അവർക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു. ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം അവരുടെ ഏജൻസി ത്രൂ അവർ എട്ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് അവർക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് അത് ലഭിച്ചു. അതിന് ശേഷം കൊച്ചിയിലോ ബാംഗ്ലൂരിലോ എവിടെയാണോ VFS ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തു, അവർ വിസ അടിച്ചു, അവർക്ക് വിസ കിട്ടി. അതിനുശേഷം അവർക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അവർ അയർലൻഡ് എന്ന രാജ്യത്തേക്ക് എത്തുകയാണ്. ഒരു നേഴ്സിൻ്റെ പ്രോസസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു നേഴ്സ് ഇവിടെ വന്നാൽ അവർ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു എക്സാം പ്രോസസ്സ് ഉണ്ട്. അത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു എക്സാമാണ്. അത് 2 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഒരു എക്സാമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ എക്സാമിന് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പാസ്സാകുകയാണെങ്കിൽ അവർക്ക് 2 or 3 ഡേയ്സിനുള്ളിൽ തന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. 3 മാസം വരെ നീളുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രിസെപ്റ്ററെ എംപ്ലോയർ തരും. ആ പ്രിസെപ്റ്ററാണ് നിങ്ങളെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്, ഓറിയൻറ്റേഷനൊക്കെ തന്ന്. അത് കഴിയും പ്രിസെപ്റ്റർ നിങ്ങളുടെ ആ ഒരു ഫയല് HR സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 3 മാസം ഇത് കഴിയാൻ വേണ്ടി എടുക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 3 മാസം കൂടി ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിന് കിട്ടാൻ വേണ്ടി എടുക്കും. അപ്പോൾ മൊത്തം 6 മാസം എടുക്കും. എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യമാണ്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇവിടെ വന്ന് എത്ര നാൾക്കുള്ളിൽ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ സ്പോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും വേറെ രീതിയിലാണ് ടൈം എടുക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ വൈഫ് ഇവിടെ വന്നു 4 മാസത്തിനുള്ളിൽ തന്നെ ഞാനും എൻ്റെ മോളും ഇവിടെ വന്നു. എൻ്റെ വൈഫിന് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റായിരുന്നു. അത് പാസ്സായതിനു ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പോൾ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആയിരിക്കില്ല. ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറയുന്നത് 2 ദിവസങ്ങളായിട്ട് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച അതിൻ്റെ 2ാമത്തെ എക്സാം കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അതിൻ്റെ റിസൾട്ട് വരും. ചൊവ്വാഴ്ച റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് 90 ഡേയ്സാണ് നിങ്ങൾക്ക് എട്ടിപ്പിക്കൽ വർക്ക് പെർമിറ്റിനുള്ള കാലാവധി. അതിനു മുമ്പ് നിങ്ങളിവിടെ IRP കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അയർലൻഡ് റെസിഡൻറ്റ് പെർമിറ്റ് കാർഡ് അല്ലെങ്കിൽ GNAB കാർഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ വന്നാൽ ഡബ്ലിനിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഡബ്ലിനിൽ ഓൺലൈൻ ത്രൂ ആണ് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ. നമുക്ക് തന്നിരിക്കുന്ന സ്ലോട്ട് ടൈമിൽ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് IRP കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കണം. 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് IRP കാർഡ് ലഭിക്കും. അത് ഒരു ടെമ്പററി IRP കാർഡാണ്. 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ചില കേസുകളിൽ 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. കാരണം ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ IRP കാർഡ് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഒരു ഷോർട്ട് ടൈം IRP കാർഡ് നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടുന്നത്. IRP കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് PPS കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക. PPS എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ അത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. PPS കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ HR റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ തുടങ്ങുക എന്നുള്ളത്. മുമ്പൊക്കെ അത് HR ആണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ചില കേസുകളിൽ അത് കാൻഡിഡേറ്റിനോട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ അപേക്ഷിച്ചാൽ ചിലപ്പോൾ അത് 1 മാസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 1.5 മാസം എടുക്കും, ചിലപ്പോൾ 3 മാസം വരെ 6 മാസം വരെയൊക്കെ പോകാറുണ്ട് ചില കേസുകളിൽ. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ഈ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
നിങ്ങളുടെ സ്പോസ് വിസ പ്രോസസ്സ്, നിങ്ങളുടെ സ്പോസിനെ കൊണ്ടുവരുന്നതിന്, നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിനുള്ള സ്പോസ് വിസ പ്രോസസ്സ് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് മുമ്പൊരു IRP കാർഡ് ഞാൻ പറഞ്ഞല്ലോ കിട്ടുമെന്ന്. ആ IRP കാർഡ് റിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കണം. ആ IRP കാർഡ് റിന്യൂ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്റ്റാമ്പ് 1 എന്ന് പറയുന്ന വിസ അടിച്ച് കിട്ടുന്നത്. IRP കാർഡ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് €300 നമ്മൾ കൊടുക്കണം. അത് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്പോസ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ചില കേസുകളിൽ നിങ്ങൾ ഇനീഷ്യലി രജിസ്ട്രേഷൻ എടുക്കുമല്ലോ IRP കാർഡ്, ആ സമയത്ത് തന്നെ ചിലപ്പോൾ 6 മാസത്തേക്കുള്ള ഒരു വിസ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റും കൂടി കിട്ടുവാണെങ്കിൽ ഈ ഒരു IRP കാർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് സ്പോസ് വിസ പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടി സാധിക്കും. ചില കേസുകളിൽ മാത്രം, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, ചിലർക്കൊക്കെ 3 മാസത്തേക്ക് അടിച്ച് കിട്ടാറുള്ളൂ. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നമുക്ക് ഇവിടുത്തെ P60 ഫോം, അത് നമ്മുടെ myrevenue.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ എന്തായാലും ഒരു അക്കൗണ്ട് എടുക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. പിന്നെ യൂട്ടിലിറ്റി ബില്ല്, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ യൂട്ടിലിറ്റി ബില്ല്, പിന്നെ അവിടെ നിങ്ങൾ ഷെയറിംഗ് ആണ് താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ ലാൻഡ് ലോഡിൻ്റെ ഒരു ലെറ്റർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ട. ഇത്രയും കാര്യങ്ങളാണ്. ടൈം പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ഡിലേ ആണ് സ്പോസ് വിസയും ഫാമിലി വിസയൊക്കെ. അപ്പോൾ വിസിറ്റിംഗ് വിസ പോലും ഇപ്പോൾ 40 days ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സ്പോൺസർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വൈഫാണോ ഹസ്ബൻഡാണോ ഇവിടെ നിൽക്കുന്ന ആളാണ് സ്പോൺസർ. പിന്നെ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്, നാട്ടിൽ നിന്ന് വരാൻ പോകുന്ന ആളാണ്. അപ്പോൾ പിന്നെ ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ ഫുൾ പാസ്പോർട്ട്, പിന്നെ സ്പോൺസറുടെ സൈഡിൽ നിന്നുള്ള പാസ്പോർട്ടും വേണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയാലും നിങ്ങൾ ഏജൻസി ത്രൂ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് തലവേദനയില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങൾ തന്നെ പോയാൽ മതി. പക്ഷേ ഏജൻറ്റ് ത്രൂ ആകുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം ചെന്നാൽ അവരെല്ലാം നമുക്ക് ഫയൽ ചെയ്ത് തരും. നമ്മൾ അതുമായിട്ട് നമ്മൾ VFSൻ്റെ ഓഫീസിൽ പോയാൽ മതി. എല്ലാവരും പറയും ഏജൻറ്റ് ത്രൂ അവർക്ക് 1000, 1500, 3000 എക്സ്ട്രാ കൊടുക്കണമെന്നൊക്കെ. പക്ഷേ ആ ഒരു എമൗണ്ട് നമ്മൾ നോക്കണം. നമുക്ക് തലവേദനയില്ല, സ്ട്രെസ് ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തീർക്കാം. പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടെൻഷനായിരിക്കും. അത് കിട്ടുമോ, എന്തെങ്കിലും റിജക്ഷൻ ആവോ, റിഫ്യൂസ് ആവോ, അല്ലെങ്കിൽ കോറി എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഞാൻ വിട്ടുപോയത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വേഗത്തിൽ തന്നെ കാണാം.